വെള്ളപ്പൊക്കം മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്കായി പാലാ നഗരസഭയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ 25 പേരാണുള്ളത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സഹായ വിതരണം നടത്തി. ക്യാമ്പിലുള്ളവർക്ക് ആവശ്യമായ ഭക്ഷണം, താമസം, ചികിത്സ എന്നിവ ഉൾപ്പെടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പാലാ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുൽ ക്യാമ്പ് സന്ദർശിച്ച് ക്യാമ്പിൽ കഴിയുന്നവർക്ക് വസ്ത്രങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. പാലായിലെ പ്രമുഖ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിന്റെയും പാലാ അൽഫോൺസ കോളേജിലെ NSS യൂണിറ്റുകളുടെയും നേതൃത്വത്തിലാണ് അവശ്യ സാധനങ്ങളും വസ്ത്രങ്ങളും എത്തിച്ചത്. മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ പാലായിലെ പാലാ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഈ ഒരു പ്രദേശത്ത് ആദ്യത്തെ ക്യാമ്പായിരുന്നു. ഇവിടെയുള്ളവർക്ക് അൽഫോൺസ കോളേജിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൽഫോൺസ കോളേജിലെ NSS വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു സാധനങ്ങളും യൂട്ടിലിറ്റീസും എല്ലാം കൂടെ സപ്ലൈ ചെയ്യുന്നത്. പിന്നെ സുപ്രിയ സിൽക്സ് സ്പോൺസർ ചെയ്യുന്ന കുറച്ച് തുണിത്തരങ്ങളും ഉണ്ട്. മഴക്കെടുതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ഒരു ജനതയ്ക്ക് ഇത്രയെങ്കിലും ചെയ്തതിന് ഇവർക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്പോൺസർഷിപ്പായിട്ടുള്ള ഈ ഒരു ഐറ്റംസ് എല്ലാം റിസീവ് ചെയ്യുകയാണ്. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ റോസ് മേരി ഫിലിപ്പ്, സുനിത സന്താൻ, ലക്ഷ്മി, ഷർമിള എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണം നടത്തിയത്. മഴയ്ക്ക് ശമനമായതോടെ ക്യാമ്പിലുള്ളവർ വീടുകൾ ശുചീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ക്യാമ്പിലെ അന്തേവാസികൾക്ക് ആവശ്യമായ മെഡിക്കൽ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജിത പ്രകാശ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ടോണി നദിപ്പറമ്പിൽ, കൗൺസിലർമാരായ ബിജി ജോജോ, ബിജു പാലപ്പടവൻ, ലിസിക്കുട്ടി മാത്യു, വിവിധ നഗരസഭാംഗങ്ങൾ തുടങ്ങിയവർ ക്യാമ്പ് സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. കരൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദു PN, ചാർജ് ഓഫീസർ അഷ്റഫ് MK, മുനിസിപ്പൽ ജീവനക്കാരായ ബിനീഷ്, തൻവീർ എന്നിവരാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.